ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. മുട്ട കഴുകുക, ഓരോരോ മുട്ടയായി പൊട്ടിക്കുക. ഞാനിവിടെ 13 മുട്ടേനെ കൊണ്ട് ആക്കുന്നത്. 6 മുട്ടയ്ക്ക് 1 കിലോ മൈദപ്പൊടി, 1/2 കിലോ പഞ്ചസാര. 13 മുട്ടേനെ കൊണ്ട് 2 കിലോ പൊടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ 13 മുട്ട പൊട്ടിച്ചു. ഇവിടെ മീറ്ററിലാണ് മുട്ട അടിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മിക്സിയിലും അടിക്കാം. മുട്ട നല്ല രീതിയിൽ അടിക്കണം. വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അത് ചേരുവകളെല്ലാം ചേർക്കണം. നമുക്ക് ഉപ്പിട്ട് ഏലക്കായ് പൊടിച്ച് 1 സ്പൂൺ ഇടണം. മീറ്ററിൽ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നല്ലവണ്ണം പൊന്തി കിട്ടും മിക്സ് ചെയ്താൽ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അതിന് അടുത്ത ചേരുവകളാണ് അപ്പക്കാരം. 1/4 സ്പൂൺ അരപ്പക്കാരം ഇടണം. അടുത്തത് പഞ്ചസാര പൊടിച്ചിടണം. നമുക്ക് പഞ്ചസാര പൊടിച്ചിടാം. പഞ്ചസാര ഇടുമ്പോൾ നല്ലോണം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കട്ടയായിപ്പോവും. 13 മുട്ടയ്ക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇടേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നെയ്യ് ചേർക്കാൻ 2 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 13 മുട്ടയെ കൊണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ 3 സ്പൂൺ പോർന്നത്. മുട്ടക്കാണെങ്കിൽ 1 സ്പൂണ് നെയ്യേ ചേർക്കണ്ടു. ഇനി ഞാൻ ഇതിൽ മൈദപ്പൊടി ചേർക്കുന്നു. 2 കിലോ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം മൈദപ്പൊടി ഇട്ട് നല്ലവണ്ണം കുഴക്കണം. ചപ്പാത്തി പരുവം പോലെ ആക്കി വെക്കണം. കുഴച്ചൊരു പരുവത്തിലായാൽ അരമണിക്കൂർ സമയം അവിടെ വെക്കണം. ഉണ്ടയാക്കി വെട്ടിയെടുക്കണം. നമുക്ക് ഏത് രൂപത്തിൽ ഇഷ്ടത്തിന് പരത്തിയെടുത്ത് മുറിച്ചെടുക്കണം. ഞാനിവിടെ ഇങ്ങനെയാണ് മുറിക്കുന്നത്. വേണ്ടിക്കൽ നമുക്ക് ഉരുട്ടിയിട്ട് കൂട്ടി പോലെ ഇടാം. ഇത് 4 മണി പലഹാരമാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് എണ്ണ തിളച്ച് വരുമ്പോൾ വെച്ചത് എടുത്തിടണം. നല്ലവണ്ണം ഇളക്കണം. എന്നിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കണം. നമ്മുടെ പലഹാരം റെഡിയായി. താങ്ക് യു.